ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഡിസംബർ 18 തിങ്കളാഴ്ച ഷഷ്ടിയാണ്. ചമ്പ ഷഷ്ടി ആയിട്ടാണ് ഈ ഷഷ്ടി ആഘോഷിക്കുന്നത്. ഷഷ്ടി തിഥി വരുന്നത് ഡിസംബർ 17 വൈകുന്നേരം 5:33 മുതൽ ഡിസംബർ 18 വൈകുന്നേരം 3:13 വരെയാണ്. അപ്പോൾ ഡിസംബർ 17 നമ്മൾ പറഞ്ഞു വിവാഹ പഞ്ചമിയാണ്. സീതാദേവിയുടെയും ശ്രീരാമചന്ദ്രൻ്റെയും വിവാഹ വാർഷികമാണ്. കൂടാതെ അന്ന് പഞ്ചമി തിഥിയുമാണ്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് വരാഹി ദേവിയെ പ്രാർത്ഥിക്കാം 17 രാത്രി 8 മണിക്ക് ശേഷം. കാരണം 8 മണി മുതലാണ് പഞ്ചമി തിഥി തുടങ്ങുന്നത്. രാത്രി 8 മണിക്ക് ശേഷം നിങ്ങൾക്ക് വരാഹി ദേവിയെ പ്രാർത്ഥിക്കാം. തേങ്ങാദീപം കത്തിച്ചു വെച്ച് ദേവിയെ പ്രാർത്ഥിക്കാം. വരാഹി ദേവിയെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. അതിൽ സ്വർണ്ണവരാഹി മന്ത്രം ഉപയോഗിച്ച് നിങ്ങൾ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് വളരെ നല്ലതാണ്. വരാഹി ദേവി ക്ഷിപ്രപ്രസാദിനിയാണ്. അതുകൊണ്ട് തന്നെ ദേവിയെ നമ്മൾ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് തന്നെ ദേവി അതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ 17 സീതാദേവിയെയും ശ്രീരാമചന്ദ്രനെയും പ്രാർത്ഥിക്കുക. അതായത് ഞായറാഴ്ച ദിവസം ഹനുമാൻ സ്വാമിയെയും പ്രാർത്ഥിക്കുക. പിന്നെ പിറ്റേ ദിവസത്തെ ഷഷ്ടിവ്രതം എടുക്കുന്നവരും അല്ലാത്തവരും, ഷഷ്ടിവ്രതം എടുക്കാൻ കഴിയുന്നവരും അല്ലാത്തവരും വേലായുധ സ്വാമിയെയും മഹാദേവനെയും പ്രാർത്ഥിക്കുക. 8 മണിക്ക് ശേഷം രാത്രിയിൽ കഴിയുമെങ്കിൽ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുക. സാമ്പത്തികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾക്കെല്ലാം പരിഹാരം നേടുന്നതിന് വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. സ്വർണ്ണ വരാഹി മന്ത്രം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കുറച്ച് നാളായി നിങ്ങളെ എന്തെങ്കിലും കാര്യങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അത് വരാഹി ദേവിയോട് പ്രാർത്ഥിച്ചാൽ അതിന് പ്രയോജനം ലഭിക്കുന്നുണ്ട്. പക്ഷേ രാത്രി 8 മണിക്ക് ശേഷം വേണം പ്രാർത്ഥിക്കാൻ. 8 മണിക്ക് മുതലാണ് പഞ്ചമി തിഥി തുടങ്ങുന്നത്. അതല്ലെങ്കിൽ തന്നെയും രാത്രിയുടെ ദേവതയാണ് വരാഹി ദേവി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇനി ചമ്പാഷഷ്ടി തിങ്കളാഴ്ച ചമ്പാഷഷ്ടി ഉള്ളതുകൊണ്ട് നാളത്തെ ദിവസം, അതായത് ഞായറാഴ്ച ദിവസം നിങ്ങൾ ഒരിക്കലെടുക്കുക. ഒരിക്കലുണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഗോതമ്പ് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കഴിക്കുക. ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. അതിൽ തന്നെ വളരെ ലഘുവായിട്ടുള്ള എന്തെങ്കിലും കൂട്ടാനൊക്കെ ഉപയോഗിച്ച് കഴിക്കുക. രാത്രിയിലും ഇതേപോലെ വളരെ ലഘുവായിട്ട് ഉള്ള ആഹാരങ്ങൾ കഴിക്കുക. ചായയും കാപ്പിയൊക്കെ കുടിക്കാം. അത് കുടിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചായയും കാപ്പിയൊക്കെ കുടിക്കാം. ശുദ്ധാഹാരത്തിൽ ഇരിക്കുക എന്നുള്ളതാണ്. മറ്റു ദുശ്ശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കണം. അതായത് പുകവലി, മദ്യപാനം, മുറുക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഒഴിവാക്കുക. ഇത്രയാണ് നാളത്തെ ദിവസം ചെയ്യേണ്ടത്, അതായത് ഞായറാഴ്ച ദിവസം. ഇനി തിങ്കളാഴ്ച ദിവസം ചമ്പാഷഷ്ടി. എന്താണ് ചമ്പാഷഷ്ടി? കഥ പറയാം. അസുരന്മാരായ മല്ലയും മണിയും, 2 അസുരന്മാരാണ് മല്ലയും മണിയും. ഈ അസുരന്മാർ ഭയങ്കരമായ രീതിയിൽ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ ജനങ്ങൾക്ക് ഈ അസുരന്മാരിൽ നിന്നും ഒരു രക്ഷ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മഹാദേവൻ, അതായത് ശിവഭഗവാൻ ഉഗ്രനായ ഒരു യോദ്ധാവിൻ്റെ രൂപത്തിൽ അവതരിച്ചു. ആ യോദ്ധാവിനെയാണ് ഖണ്ഡോബ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ശിവഭഗവാന്റെ അവതാരമാണ് ഖണ്ഡോബ. ഈ മല്ലയെയും മണിയെയും വധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആ രൂപത്തിൽ അവതരിച്ചത്. അതിനുശേഷം അദ്ദേഹം ഈ മല്ലയും മണിയെയും വധിക്കുന്നു. ആ വധിച്ച ദിവസമാണ്, ആ വിജയ ദിവസമാണ് ചമ്പാഷഷ്ടിയായി ആഘോഷിക്കുന്നത്. അതായത് ചമ്പാഷഷ്ടി ദിവസത്തിലാണ് ഈ മല്ലയും മണിയും ഭഗവാന്റെ കയ്യാൽ മരണപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ പൂനെയിൽ വളരെ പ്രശസ്തമായ ഖണ്ഡോബ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് ഈ ചമ്പാഷഷ്ടി ഉത്സവമാണ്. ഇനി തെക്കേ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്, കേരളം, കർണാടക ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർ സാധാരണ നമ്മൾ ഷഷ്ടിവ്രതം എടുക്കുന്നത് പോലെ സ്കന്ദനെ, അതായത് വേലായുധ സ്വാമിയാണ് പ്രാർത്ഥിക്കുന്നത്. ചൊവ്വയുടെ രാജാവാണ് വേലായുധ സ്വാമി. അതുകൊണ്ട് തന്നെ ഷഷ്ടി ദിവസം ചൊവ്വാഗ്രഹത്തിന് പൂജ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രാർത്ഥനകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നാമങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ചൊവ്വാഗ്രഹത്തിനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ചൊവ്വയുടെ എന്തെങ്കിലും ദോഷമുള്ളവരാണെങ്കിലോ, ചൊവ്വാദോഷം ജാതകത്തിലുള്ളവരാണെങ്കിലോ, ജാതകത്തിൽ ചൊവ്വ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്നവരാണെങ്കിലോ ഷഷ്ടിവ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ചൊവ്വാഗ്രഹത്തിന് പ്രത്യേകം പൂജ നടത്തുന്നതും വളരെ നല്ലതാണ്. ചൊവ്വാഗ്രഹത്തിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന പൂജ മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അങ്ങനെ
തെക്കേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്കന്ദനെ അല്ലെങ്കിൽ വേലായുധ സ്വാമിയെയാണ് ഷഷ്ഠി ദിവസത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഷഷ്ഠിയാണ് ചമ്പാഷഷ്ഠി. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് താരകാസുരനെ കാർത്തികേയൻ വധിച്ച ദിവസമാണ് ചമ്പാഷഷ്ഠിയായി ആഘോഷിക്കുന്നത് എന്നൊരു ഐതിഹ്യവും ഉണ്ട്. വടക്കേ ഇന്ത്യയിൽ തിന എന്ന് പറയുന്ന ഒരു ധാന്യമുണ്ട്. തിന നമുക്കിവിടെയൊക്കെ കിട്ടും തിന. അതുപോലെ തന്നെ വഴുതനങ്ങ. ഈ 2 സാധനങ്ങളും ശിവന് നൈവേദ്യമായി, അതായത് ഈ ഖണ്ഡോബാ ക്ഷേത്രത്തിൽ ചമ്പഷഷ്ഠി ദിവസം നൈവേദ്യമായി വെക്കുന്നത് തിനയും വഴുതനങ്ങയുമാണ്. ശിവലിംഗത്തിന് ധാര ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് പാലോ ജലമോ ഉപയോഗിച്ച് ധാര നമുക്ക് ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യം, തിങ്കളാഴ്ച ദിവസം ഭഗവാൻ മഹാദേവന് വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ദിവസം നിങ്ങൾ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ശിവഭഗവാനെയും മഹാദേവനെയും പ്രാർത്ഥിക്കുക. എന്നിട്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പറ്റുന്നവരൊക്കെ ഒരു ജലധാരയെങ്കിലും ഭഗവാന് കഴിക്കാനായിട്ട് നോക്കുക. ഇനി ഷഷ്ഠിവ്രതം എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉച്ചയ്ക്ക് രാവിലെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാം, വളരെ ലഘുവായി ആഹാരം കഴിക്കാം. അതല്ലെങ്കിൽ ആഹാരം കഴിക്കാതിരിക്കാം. ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഉപവസിക്കുന്നെങ്കിൽ ഉപവസിക്കുക. പക്ഷേ സന്ധ്യയ്ക്ക് ശേഷം നിങ്ങൾക്ക് അരിയാഹാരം, ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ചോറ് നിങ്ങൾക്ക് മേടിച്ച് കഴിക്കാം. അതല്ല ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ പച്ചരി വേവിച്ച് അതിൽ ഒരു ഉള്ളിയൊന്നും ചേർക്കാത്ത ഒരു ചമ്മന്തിയോ തൈരോ കൂട്ടി നിങ്ങൾക്ക് കഴിക്കാം. ഇനി ഉച്ചയ്ക്കാണ് നിങ്ങൾ ആഹാരം കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാവിലെ പഴങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം. കഴിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ജോലിക്ക് പോകുന്നവരാണെങ്കിൽ നിർബന്ധമായും കഴിക്കണം. പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ ഇതേപോലെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച് കുളിച്ച് ശുദ്ധമായിട്ട് വേണം അടുക്കളയിൽ കയറി ഇതൊക്കെ ചെയ്യാനായിട്ട്. നിങ്ങൾ ഉച്ചയ്ക്ക് പച്ചരിച്ചോറ് വെക്കുക, അല്ലെങ്കിൽ ഉണക്കലരിച്ചോറ് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് വെച്ചിട്ട് അതിനകത്ത് നിങ്ങളൊരു ഉള്ളിയൊന്നും ചേർക്കാത്ത ഒരു ചമ്മന്തിയോ അല്ലെങ്കിൽ തൈരോ എന്തെങ്കിലും കൂട്ടി വളരെ ലഘുവായി നിങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ എണ്ണ ഉപയോഗിക്കത്തില്ല അന്നത്തെ ദിവസം, ഈ ചമ്പാഷഷ്ഠി ദിവസം. അപ്പോൾ ചമ്മന്തിയും തൈരുമൊക്കെ നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെ നിങ്ങൾക്ക് കഴിക്കാം. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷവും നിങ്ങൾക്ക് ലഘുവായിട്ട്, ഉച്ചയ്ക്ക് നിങ്ങൾ ചോറുണ്ണുന്നത് കൊണ്ട് വൈകുന്നേരം ചോറുണ്ണണ്ട. പഴവർഗ്ഗങ്ങളോ മറ്റെന്തെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള പലഹാരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കോ ഒക്കെ വെച്ച് നിങ്ങൾക്ക് കഴിക്കാം. എന്തായാലും ഒരു നേരം നിങ്ങൾക്ക് അരിയാഹാരം കഴിക്കാം. ആ അരിയാഹാരം എന്ന് പറയുന്നത് ഇതേപോലെ പച്ചരി വറ്റിച്ചോ അല്ലെങ്കിൽ ഉണക്കലരി വറ്റിച്ചോ കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ നിങ്ങൾക്ക് ഷഷ്ഠിവ്രതം എടുക്കാം. അതേപോലെ തന്നെ പ്രാർത്ഥന വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഷഷ്ഠിവ്രതം നമുക്ക് സ്കന്ദഷഷ്ഠി മുതലാണ് നിങ്ങൾ ആദ്യമായിട്ട് ഷഷ്ഠിവ്രതം എടുത്ത് വരുന്നതെങ്കിൽ ഞാൻ ആദ്യത്തെ സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ ഭാഗത്ത് ആ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് ഓരോ തവണയും നിങ്ങൾ എന്താണ് ഭഗവാന് നൈവേദ്യം വെച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ ആ നൈവേദ്യം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. അപ്പോൾ ഇതാണ് ചമ്പാഷഷ്ഠി ദിവസം ചെയ്യേണ്ടത്. ശിവക്ഷേത്ര ദർശനം വളരെ പ്രധാനമാണ്. വേലായുധ സ്വാമി ദർശനവും വളരെ പ്രധാനമാണ്. ഇനി ഇതിനൊന്നും നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ രാവിലെ ജോലിക്ക് പോകുന്നവരാണ്, പോകാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് ശിവസഹസ്രനാമവും ഷഷ്ഠി കവചവും സ്കന്ദഷഷ്ഠി കവചമോ അതല്ലെങ്കിൽ വേലായുധ സ്വാമിയുടെ മറ്റെന്തെങ്കിലും പ്രാർത്ഥനകളോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നിട്ട് ശുദ്ധാഹാരത്തിലിരിക്കുക. ഒരു നേരത്തെ അരിയാഹാരം നിങ്ങൾക്ക് കഴിക്കാം. അതെപ്പോഴാണ് കഴിക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക. ജപമാണ് പ്രധാനം. ആ ജപത്തിലിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമാവധി സമയങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. ഓം ശരവണായ ഭവയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഓം നമഃശിവായ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ വേലായുധ സ്വാമിയാണ് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. അതല്ല, ഞാൻ ഈ ഷഷ്ഠിക്ക് മഹാദേവനെയാണ് പ്രാർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മഹാദേവന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കുക. അപ്പം നമ്മൾ തെക്കേ ഇന്ത്യയിൽ വസിക്കുന്ന ജനങ്ങളായതുകൊണ്ട് നമ്മൾ ഷഷ്ഠിവ്രതത്തിൽ സാധാരണ വേലായുധ സ്വാമിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങൾ ചമ്പാഷഷ്ഠി ദിനത്തിൽ ഭഗവാൻ മഹാദേവനെയാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ഖണ്ഡോബാ ക്ഷേത്രത്തിൽ വളരെ പ്രശസ്തമാണ് ചമ്പാഷഷ്ഠി. ഇനി ഇത് രണ്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. രണ്ടും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരേപോലെ തന്നെ രണ്ടും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആദ്യം വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചതിന് ശേഷം മഹാദേവനെ പ്രാർത്ഥിക്കുക. അതിനുശേഷം വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. അമ്മ മഹാമായയെയും പ്രാർത്ഥിക്കുക. അതായത് പാർവതീദേവി. ആ കുടുംബത്തെ മുഴുവനായിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അത് എങ്ങനെ കുടുംബത്തെ മുഴുവനായിട്ട് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യും. അതുകൊണ്ട് ശിവസഹസ്രനാമം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ ജപിക്കുക. വളരെ വളരെ നല്ലതാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുന്നതും വളരെ ഫലത്തെ പ്രദാനം ചെയ്യും. ഓം ശരവണായ ഭവയെന്നും 108 തവണ ജപിക്കുന്നതും അതും വളരെ
ഫലത്തെ പ്രദാനം ചെയ്യും. നിങ്ങൾ 108 മണിയുടെ ഒരു ജപമാല മേടിക്കാൻ പറ്റുന്നെങ്കിൽ ജപമാല മേടിക്കുക. ജപമാല മേടിക്കുമ്പോൾ 108 മണികൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് എണ്ണി നോക്കിയിട്ട് വേണം മേടിക്കാൻ. അതല്ല മേടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുത്തുകൾ ഉണ്ടെങ്കിൽ, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, അവരുടെ മുത്ത് മാലയുണ്ടെങ്കിൽ ആ മുത്തുകൾ എടുത്ത് 108 മണികളായിട്ട് നിങ്ങൾ കോർക്കുക. കോർത്തതിന് ശേഷം ആ ജപമാല അത് നിങ്ങൾ നല്ല ശുദ്ധമായ രീതിയിൽ ഏതെങ്കിലും തുളസി തീർത്ഥത്തിലൊക്കെ കഴുകി നിങ്ങൾക്ക് ജപമാലയായിട്ട് ഉപയോഗിക്കാം. ആ മാലയിൽ നിങ്ങൾക്ക് ആ 108 മണികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ജപിക്കാം. ഓം നമഃ ശിവായൊക്കെ 108 തവണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. രാവിലെയും വൈകുന്നേരവും ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഓം ശരവണായ ഭവ. അപ്പോൾ അത് നിങ്ങൾക്ക് ആ കറക്റ്റായിട്ട് നിങ്ങൾ എണ്ണിക്കൊണ്ട് ജപിക്കേണ്ട. ഇതിനകത്താകുമ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ആ രീതിയിൽ ജപിക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ ചമ്പാഷഷ്ഠി വ്രതം എടുക്കേണ്ടത്. അപ്പോൾ അസുരന്മാരായ മല്ലയെയും മണിയെയും ഖണ്ഡോബ എന്ന രൂപത്തിൽ ഭഗവാന്റെ അവതാരം വധിച്ച ദിവസമാണ് വടക്കേ ഇന്ത്യയിൽ ചമ്പാഷഷ്ഠി ദിനമായി ആഘോഷിക്കുന്നത്. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം തന്നെ ഈ ചമ്പാഷഷ്ഠി ഉത്സവമാണ്. ഇനി സ്കന്ദ ഭഗവാൻ, അതായത് കാർത്തികേയ ഭഗവാൻ വേലായുധ സ്വാമിയെയാണ് അടുത്തതായി പ്രാർത്ഥിക്കേണ്ടത്. ചൊവ്വാഗ്രഹത്തിനുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ നടത്തുക. ഇപ്പോൾ ചൊവ്വാ ദശാകാലമുള്ള ആളുകളാണെങ്കിൽ അവരും ഷഷ്ഠിവ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ ചൊവ്വാഗ്രഹത്തിന് പ്രാർത്ഥനകൾ ചെയ്യുന്നതും വളരെ നല്ലതാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങളുണ്ടെങ്കിൽ നവഗ്രഹങ്ങൾ ചൊവ്വയ്ക്ക് പ്രത്യേകമായി അർച്ചന ചെയ്യാം. ചൊവ്വാഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ഏത് നാമം ഉപയോഗിച്ചിട്ടാണ് ചൊവ്വാഗ്രഹത്തിനെ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് നിങ്ങൾക്ക് ചോദിക്കുക, ഞാൻ അതിന് ഉത്തരം പറയാം. അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഓൾ എന്ന ബട്ടൺ അമർത്തുകയും വേണം. നിങ്ങൾക്ക് നിങ്ങളുടെ പരിചയത്തിലുള്ള കൂട്ടുകാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇനി നാളത്തെ ദിവസം വിവാഹ പഞ്ചമിയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രനും സീതാദേവിക്കും നിങ്ങൾ പ്രത്യേകമായി നാളെ വിളക്ക് കത്തിച്ച് വെച്ച് വിവാഹ ആശംസകൾ പറയണം. അത് വളരെ വളരെ പ്രധാനമാണ്. ഹരേ കൃഷ്ണ.